ഇനി കാർഷിക വാർത്തകൾ. തമിഴ്നാട്ടിൽ നെല്ലിനും കരിമ്പിനും സർക്കാർ നൽകുന്ന സംഭരണ ആനുകൂല്യം കുത്തനെ വർദ്ധിപ്പിച്ചു. കർഷകരുടെ താൽപര്യം സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് വ്യക്തമാക്കി. തമിഴ്നാട്ടിലെ നെല്ല്, കരിമ്പ് കർഷകർക്ക് ആശ്വാസ പ്രഖ്യാപനവുമായി തമിഴ്നാട് സർക്കാർ. നെല്ലിന്റെ സംഭരണ വിലയിൽ സംസ്ഥാന ആനുകൂല്യം കുത്തനെ വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് നിയമസഭയിൽ അറിയിച്ചു. സെപ്റ്റംബർ 1 ആരംഭിക്കുന്ന നെല്ല് സംഭരണ സീസണിൽ മികച്ച ഇനത്തിന് ക്വിന്റലിന് 289 രൂപയും സാധാരണ ഇനത്തിന് 159 രൂപയും സംസ്ഥാന ഇൻസെന്റീവായി ലഭിക്കും. ഇതോടെ മികച്ച ഇനത്തിന് 2750 രൂപയും സാധാരണ ഇനത്തിന് 2600 രൂപയുമാകും സംഭരണ വില. കരിമ്പിന് ടണ്ണിന് 709 രൂപയുടെ അധിക ആനുകൂല്യവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ കരിമ്പിന്റെ ആകെ സംഭരണ വില ടണ്ണിന് 4000 രൂപയിലെത്തും. കർഷകരുടെ ക്ഷേമം സംരക്ഷിക്കുന്നതിനാണ് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും തീരുമാനമെടുത്തതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക മേഖലയിലെ കീടനാശിനി ഉപയോഗത്തിൽ കൂടുതൽ നിയന്ത്രണത്തിനൊരുങ്ങി കേന്ദ്ര സർക്കാർ. പാരാക്വാറ്റിന് പിന്നാലെ കാർബോസൾഫാൻ കീടനാശിനിയുടെ ഉപയോഗവും നിയന്ത്രിക്കുന്നത് സർക്കാർ ഗൗരവമായി പരിഗണിക്കുന്നുവെന്ന് റിപ്പോർട്ട്. പാരാക്വാറ്റിന് പിന്നാലെ കാർബോസൾഫാൻ കീടനാശിനിയിലും നിയന്ത്രണം കടുപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. കാർഷിക വിളകളെ സംരക്ഷിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന കാർബോസൾഫാൻ പ്രത്യേകിച്ച് നെൽകൃഷിയിലെ കീടനിയന്ത്രണത്തിന് പ്രധാനപ്പെട്ട കീടനാശിനികളിലൊന്നാണ്. എന്നാൽ കീടനാശിനികളുടെ വിഷാംശവും മനുഷ്യാരോഗ്യത്തെ ബാധിക്കുന്ന സാധ്യതകളും സംബന്ധിച്ച ആശങ്കകളാണ് ഇപ്പോൾ നിയന്ത്രണ നീക്കത്തിന് പിന്നിൽ. പാരാക്വാറ്റിന്റെയും കാർബോസൾഫാന്റെയും സുരക്ഷാ പ്രൊഫൈൽ കേന്ദ്രതലത്തിൽ വിദഗ്ധ സമിതി പരിശോധിച്ചു വരികയാണ്. ഇതിനിടെ തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇവയുടെ ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. അതേസമയം ഈ കീടനാശിനികൾ പെട്ടെന്ന് പിൻവലിച്ചാൽ കർഷകർക്ക് വിള സംരക്ഷണത്തിന് ആവശ്യമായ ബദൽ മാർഗങ്ങൾ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാകുമെന്നും കൃഷിച്ചെലവ് ഉയരുമെന്നും കാർഷിക രാസവസ്തു വ്യവസായ മേഖല മുന്നറിയിപ്പ് നൽകുന്നു. അതിനാൽ അന്തിമ തീരുമാനം ശാസ്ത്രീയമായ പരിശോധനകൾക്കും വിദഗ്ധ സമിതി ശുപാർശകൾക്കും ശേഷമായിരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തണ്ണിമത്തൻ കർഷകർ ആശങ്കയിൽ. ഇറക്കുമതി കൂടിയാൽ ആഭ്യന്തര വിപണിയിൽ വിലയിടിയുമെന്ന ഭീതിയിലാണ് കർഷകർ. തണ്ണിമത്തൻ കൃഷിയുടെ പുതിയ സീസൺ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കർഷകർ. എന്നാൽ ഇത്തവണ പ്രതീക്ഷകൾക്കൊപ്പം ആശങ്കയും ഏറെയാണ്. ഇറക്കുമതി വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കർഷകരെ പ്രധാനമായും ആശങ്കപ്പെടുത്തുന്നത്. രാജ്യത്ത് തണ്ണിമത്തൻ കൃഷിക്കായി കർഷകർ വലിയ തോതിൽ പണം മുടക്കിയിട്ടുണ്ട്. വിത്ത്, വളം, കീടനാശിനി, തൊഴിലാളികളുടെ കൂലി തുടങ്ങിയ കൃഷിച്ചെലവുകൾ ഉയർന്ന സാഹചര്യത്തിലാണ് പുതിയ സീസണിലേക്ക് കടക്കുന്നത്. ഇതിനിടെ കുറഞ്ഞ വിലയിൽ ഇറക്കുമതി തണ്ണിമത്തൻ വിപണിയിലെത്തിയാൽ ആഭ്യന്തര ഉൽപ്പന്നങ്ങളുടെ വിലയെ അത് ബാധിക്കുമെന്നാണ് കർഷകരുടെ ആശങ്ക. വിളവെടുപ്പ് സമയത്ത് വിലയിടിഞ്ഞാൽ ഉൽപ്പാദന ചെലവ് പോലും തിരിച്ചുപിടിക്കാനാകാത്ത സ്ഥിതിയുണ്ടാകുമെന്ന ഭീതിയും ശക്തമാണ്. ഇറക്കുമതി നിയന്ത്രണവും കർഷകർക്ക് അനുകൂലമായ വിപണി ഇടപെടലും വേണമെന്നാണ് ആവശ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.